മടി എന്ന് പറയുന്ന സാധനം മാറ്റി കഴിഞ്ഞുണ്ടല്ലോ, ലൈഫ് മാറും. എനിക്ക് ഭയങ്കര മടി കേട്ടോ, അതുള്ളതുകൊണ്ടാണ് ഞാൻ പറയണേ. ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ രാത്രി ഹോട്ടലിൽ വന്നു. കാരണം നല്ലപോലെ ഉറങ്ങിയെന്ന് വെച്ചാൽ ബോധമില്ലാണ്ടാണ് ഉറങ്ങിയത്. ഭയങ്കര ക്ഷീണമായിരുന്നു. അന്ന് കിടന്ന് ഉറങ്ങി. ഫോൺ പോലും ചാർജ് ചെയ്തില്ല. ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചേക്ക്. ഇപ്പം എനിക്കൊന്ന് എത്ര മണി, ഇപ്പോൾ സമയം 11:15. അപ്പോൾ എണ്ണീറ്റപ്പോൾ 10:30. ഇപ്പോൾ എന്താ പരിപാടി ചോദിച്ചാൽ ഇപ്പോൾ ഫോൺ ചാർജ് ചെയ്യണം. ഫോൺ ചാർജ് ചെയ്തിട്ട് പറഞ്ഞാൽ ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം. എൻ്റെ ബെഡ് ഇത്ര അലങ്കോലൊക്കെ കിടക്കുക, ശരിയാക്കുമെന്ന് എനിക്ക് വയ്യായിരുന്നു. അതാണ് മെയിൻ ഡോറ്. ഇവിടെ മറ്റേ കീ ഇട്ട് കഴിയുമ്പോൾ കറണ്ടൊക്കെ വരും. ഇത് ഹോളിൽ നേരെ വരുമ്പോൾ ഇവിടെ ഇതേപോലെ ഒരു വർക്കിംഗ് ഏരിയ എന്ന് തോന്നുന്നു. ടേബിളും ചെയറൊക്കെ ഉണ്ട്. പിന്നെ ഇത് കിച്ചൺ, ഫ്രിഡ്ജ്, മൈക്രോവേവ്. പിന്നെ ഇത് നമ്മുടെ റൂം. വലിയൊരു കബോർഡൊക്കെ ഉണ്ട്. അതിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ വെച്ച്. ഇത് ബാത്റൂം. ആൻഡ് പിന്നെ നമുക്കുള്ളത് ബാൽക്കണി. നേരെ താഴേക്ക് പോകുമ്പോൾ ചെറിയ സ്ട്രീറ്റ്. അവിടെയൊക്കെ ഓരോ ഹോസ്റ്റലും ഇതേപോലത്തെ ഹോട്ടൽസ് വന്നു. നല്ല ഉറക്കം. ആ ഉറക്കത്തിൽ എണീറ്റ ഒരു ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പരിപാടി ഒന്നുമില്ല. ഇനിയിപ്പോൾ ഫോൺ ചാർജ് ചെയ്യുക. ഫോൺ ചാർജായി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം വഴിയൊന്നും എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ഇത് ധോണി ഹോംസ് എന്നാണ് പേര്, ബാംഗ്ലൂർ. ഫോൺ ചാർജ് ആവണം. ചാർജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം. കാരണം മാപ്പ് ഇടാതെ എനിക്ക് എവിടെയും പോകാൻ അറിയില്ല. ഇവിടെ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഹോണടി ഒച്ചയും ബഹളവും ഒക്കെ കേട്ടാണല്ലോ എണീറ്റത്. അപ്പോൾ ബൈക്ക് എടുത്തിട്ട് പോകാനുള്ളൊരു മൂഡിലായിരുന്നു. പൊടിയും വെയിലും ട്രാഫിക്കും എല്ലാം നിറഞ്ഞാണല്ലോ ബാംഗ്ലൂർ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു റാപ്പിഡോയിലൂടെ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് ഓട്ടോയിൽ തന്നെ കറങ്ങാം. അങ്ങനെ ഓട്ടോ ബുക്ക് ചെയ്തു. 5 മിനിറ്റിനുള്ളിൽ ഓട്ടോ എത്തി. അങ്ങനെ OTP ഒക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ ഓട്ടോയിൽ കയറി ബാംഗ്ലൂർ തെരുവുകളിലൂടെ കുലുങ്ങി സഞ്ചരിക്കാൻ തുടങ്ങി. നല്ല രസമായിരുന്നു. കാരണം നമുക്ക് ബൈക്കിനെ പറ്റി ഓർത്തോ ട്രാഫിക്കിനെ പറ്റി ഓർത്തോ പൊടി വെയിലും ഒന്നും പിടിക്കണ്ട. ഓട്ടോ ഒരു സുഖമായിരുന്നു. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഒരു മോളിലേക്കാണ്. ചില്ല് ചെയ്ത് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്തിട്ട് നമ്മൾ ധോണി ഹോംസിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് നേരെ അടുത്ത സ്പോട്ടിലേക്കുള്ള യാത്രയാണ്. സോ ഇപ്പം നമുക്ക് ബാംഗ്ലൂരിൻ്റെ ഉൾക്കാഴ്ചകളൊന്ന് കണ്ടേച്ച് വേഗം വരാം. അപ്പോൾ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സെറ്റായിട്ട് ബൈക്കൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി. ഇപ്പോൾ പോണത് നന്ദി ഹിൽസിലേക്കാണ്, ബാംഗ്ലൂർ. സോ ഇവിടുന്ന് ഒരു 60 കിലോമീറ്റേഴ്സ് ഉണ്ട് നന്ദി ഹിൽസ്. അവിടെ നന്ദി ഹിൽസിൻ്റെ അടുത്ത് തന്നെ ഒരു 10 മിനിറ്റ്സ് അവേ തന്നെ നമുക്കൊരു റിസോർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റേക്ക് വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോണത്. സോ വി ആർ ഓൺ ദ വേ ടു നന്ദി ഹിൽസ്. Try to swallow my pride, oh my, oh, what you doing to me? Ice cold veins when you cut me deep, I'll bleed out. I feel like I'm losing it. Oh, why is it so hard for me to breathe now? Can you be my nightlight? And I'll be your superhero. Superhero. Can I be your superhero? I'm sorry if it's taking me a while. Trying to figure out. കാർഡ് ഫുൾ ಮಲಯಾಳಂ
ನಂದಿ ಹಿಲ್ಸ್. ಹಾಂ, ಕೇರಳದಿಂದ ಬಂದಿತ್ತ? ಕೇರಳದ. നമ്മൾ ഓൾമോസ്റ്റ് നന്ദി എത്താറായി. ഒരു 13 മിനിറ്റോടെ ഉള്ളൂ. അപ്പോൾ ഫുൾ ലാൻഡ്സ്കേപ്പൊക്കെ മാറി, ഫുൾ മരങ്ങളും ഒക്കെ. പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ, വിചാരിച്ച പോലെയല്ല. അത് ബൈക്കിൽ പോകുന്നതുകൊണ്ടുകൂടെയാന്ന് തോന്നുന്നു. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്, തണുപ്പാണ്. കുറേ നേരമായിട്ട് ATM തപ്പിക്കൊണ്ടിരിക്കുക, പക്ഷേ ഈ വഴിയിൽ ഒരൊറ്റ ATM കാണാനില്ല. ഞാൻ പിന്നെ ഓർത്തത് നമുക്കത് അവിടെ നിന്ന് എടുത്താൽ മതിയായിരുന്നു. ഞാൻ ഓർത്തില്ല, കാരണം കയ്യിൽ 5 പൈസയില്ല, ഗൂഗിൾ പേ എനിക്കില്ല. അപ്പോൾ ATM തപ്പിയിട്ടാണ്. ഇവിടെ ATM കാണാനില്ല, ഇതുവരെ ഇല്ല. ഇനിയിപ്പോൾ 12 മിനിറ്റോടെ ഉള്ളൂ ഹോട്ടലിലേക്ക്. അവിടെ ATM ആ ഭാഗത്ത് ATM പിന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ മിക്കവാറും നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ATM പോകാൻ വേണ്ടി ഇനി ബൈക്ക് എടുത്ത് ഇറങ്ങണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ ATM കണ്ടുപിടിച്ചു ഫൈനലി. വെറുതെ ഇടത്തോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ ഒളിപ്പിച്ചുകൊണ്ട് വെച്ചേക്കുന്ന ഒരു സാധനം. പക്ഷേ ഇതിനകത്ത് ഇനി കാശ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയുമായി നമുക്ക് കയറാം. അല്ലോ, ഇവിടെ എന്തോ പരിപാടിയാന്ന് തോന്നുന്നു കേട്ടോ. അമ്പലത്തിൽ ആൾക്കാരൊക്കെ കൂടിയപ്പോണ്ട്. All alone, thinking about the last time I tried to tell you what my feelings were like. I'm usually not the one to try to swallow my pride. Oh my, oh, what you doing to me? Ice cold veins when you cut me deep, I'll bleed out. I feel like I'm losing it. Oh, why is it so hard for me to breathe now? Can you be my nightlight? And I'll be your superhero. ഇതൊക്കെ നന്ദി ഹിൽസിൻ്റെ ഭാഗമാണ്. ഇവിടെ കുറേ ട്രെക്കിംഗ് പോയിൻറ്റ്സ്, സൈക്ലിംഗ് റൂട്ട്സ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നാട്ടിൽ റോഡിൽ സ്പീഡിൽ പോകാൻ എന്താ വെച്ചാൽ ഇങ്ങനത്തെ റോഡിലൊക്കെ സ്പീഡിൽ പോകാൻ നാട്ടിൽ പേടിയാണ്. കാരണം പട്ടി ക്രോസ് ചെയ്യുമെന്നുള്ള പേടിയാണ്. ഇവിടെ പട്ടിയെ കാണാനില്ല, പക്ഷെ കുരങ്ങനുണ്ട്. കുരങ്ങൻ ഇപ്പോൾ തന്നെ ചാടാൻ വന്നു. അപ്പോൾ ഇവിടെ കുരങ്ങനെ പേടിക്കണം, പട്ടിയെ പേടിക്കണ്ട. We are 4 minutes away from the resort. 1.4 miles. കുറേ കുഞ്ഞു കുഞ്ഞു ജംഗ്ഷൻസ് ഒക്കെ ഉണ്ട് ഇതേപോലെ, കുറേ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അയ്യോ, നമ്മൾ നന്ദിയിൽ നിൽക്കാൻ വേണ്ടിയുള്ള പ്ലാൻ ഇട്ടത് ഇന്നലെയാണ്. ഓക്കെ, അപ്പോൾ ഇടാൻ നേരം വെറുതെ ഞാൻ ഇങ്ങനെ നോക്കി റേറ്റ് എത്ര ഉണ്ടെന്ന്. റിസോർട്ടൊക്കെ അഫോർഡബിൾ ആണെങ്കിൽ നിൽക്കാം, ഇല്ലേ നാട്ടിൽ പോകാമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ തന്നെ വന്നത് 9,000 8,000 എന്ന റേഞ്ചാണ്. അപ്പോൾ താഴോട്ട് എന്നിട്ട് വന്നപ്പോൾ പെട്ടെന്ന് 2 എണ്ണം കണ്ട് 2,000 റേഞ്ച് വരുന്നത്. 2,300 2,500 അങ്ങനെ ഉണ്ടോ. ഫോട്ടോയിലൊക്കെ കിടിലം സ്ഥലം കേട്ടോ, സ്വിമ്മിങ് പൂള് എല്ലാ സെറ്റപ്പും ഉള്ള. പക്ഷേ ഏരിയ കണ്ടിട്ട് ഒരു പേടി. അവിടെ പോകുമ്പോൾ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ ആയാൽ മതിയായിരുന്നു. കാരണം നല്ല റിസോർട്ടുള്ള ഏരിയ ഒക്കെ കഴിഞ്ഞു. അതൊക്കെ ആയിരിക്കും നമ്മളാക്കണ്ട 9,000 8,000 എന്നുള്ള റേറ്റിൽ കണ്ട സാധനങ്ങളൊക്കെ ആയിരിക്കും ആ ഏരിയയിൽ മേ ബി. ഇതിപ്പം ഇത്തിരിയോടെ ഇങ്ങോട്ടേക്ക് വന്ന്, അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്നറിയില്ല. ഹോപ്പ്ഫുള്ളി നല്ല റിസോർട്ടായിരിക്കണം. ഫോട്ടോയിൽ കാണുന്ന പോലെ ആണെങ്കിൽ സെറ്റായിരിക്കും, ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും. പിന്നെ നമുക്ക് എന്ത് ബുദ്ധിമുട്ട്, പക്ഷേ 2,000 രൂപ കൊടുത്തല്ലേ, അപ്പോൾ കുഴപ്പമില്ലാത്തതായിരിക്കണം. നോക്കാം. ഈ റൈറ്റ് സൈഡ് ഇതാണ് നമ്മുടെ റിസോർട്ട്, സത്യ ആനന്ദം. പക്ഷെ ഗേറ്റ് ക്ലോസ്ഡ് ആണല്ലോ മച്ചു. ഗേറ്റും എൻട്രി സെറ്റപ്പ് കണ്ടിട്ട് കൊള്ളാം കേട്ടോ. സെക്യൂരിറ്റി വരുന്നുണ്ട്, പുള്ളി ഗേറ്റ് തുറക്കാൻ നിൽക്കുക.
ऐसा हाँ बुक है। हाँ बुकड है नेम सर? आशिक ASHIK लेफ्ट साइड का। लेफ्ट साइड थैंक यू सो मच डेरी साइड है ना? हाँ डेरी साइड का ऑपोजिट में रिसेप्शन। ഓക്കെ പാർക്കിംഗ് ഹിയർ पार्किंग है। ഓക്കെ അവിടെ കുരങ്ങശല്യം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളി വീട്ടിൽ കയറാൻ പോയ കുരങ്ങിനൊക്കെ അടിച്ചു ഓടിക്കുന്നു. പടച്ചോനെ ഈ റിസപ്ഷൻ ഇവിടെ അല്ല, എന്തായാലും അത് കാടല്ലേ. റിസപ്ഷൻ This one? ഹെൽമെറ്റ് വീഡിയോ കറക്റ്റായിട്ട് എടുക്കാം. കറക്റ്റിൻ്റെ തലയുടെ ഹൈറ്റാണ്. ഫ്ലാസ്കും വെള്ളവും ഒരു ഫാന്. ഇതാണ് സെറ്റപ്പ്. 2500 രൂപയാണ് ഈ കോഴിക്കോട്ടിന് നമ്മൾ കൊടുത്തേക്കണേ. റൂം കൊണ്ടല്ലോ, റൂം കോമഡി റൂമാണ്. ഇവിടം വരെ എത്തണേ, ഒരുപാട് ദൂരം താണ്ടണം. ഞാൻ കഷ്ടകാലത്തിന് റിസപ്ഷന് എൻ്റെ ബൈക്കിൻ്റെ കീ വെച്ച് മറന്നു. അപ്പോൾ തിരിച്ചു പോവുക. ഈ സാധനമൊക്കെ പൊക്കി ഇവിടം വരെ വന്നപ്പോഴേക്കും വയ്യാടായി. ബൈക്ക് ഇങ്ങനെ വരെ വരുന്നേ നല്ലായിരുന്നു, പക്ഷെ വരില്ല. കുഴപ്പമില്ല, പോയിട്ട് കീ കിട്ടിയാൽ മതിയായിരുന്നു. കീ അവിടെ തന്നെ ഉണ്ടാവണേ, ഞാൻ എടുക്കാൻ മറന്നു. ഞാൻ ധൃതിയിലേ കുറച്ച് നടക്കണം ഇങ്ങോട്ടേക്ക് റൂമെത്താൻ. ഞാനിപ്പോൾ എടുത്തേക്കുന്ന റൂം ഇങ്ങനെ നടന്ന് വന്ന് കഴിയുമ്പോൾ ഇതേപോലത്തെ നമ്മുടെ നാട്ടിൽ കോഴിക്കോടൊക്കെ ഇല്ല, അതേപോലെ ഉണ്ട്. കറക്റ്റ് നടുക്ക് ഭാഗത്ത് എനിക്ക് നേരെ നിൽക്കാം. അപ്പോൾ ഇവിടെ അങ്ങനെ സൗകര്യപ്രദമായ സ്റ്റേ ഒന്നുമല്ല, വന്ന് തൽക്കാലം ഒന്ന് തങ്ങാൻ ഉള്ള സെറ്റപ്പ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ നമ്പറൊക്കെ ഉണ്ട് കേട്ടോ, 8, 9, 10, നമ്മുടെ 11ആണ്. ഓരോന്നിനും ഓരോ പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടേത്. ഭയങ്കര ഷോക റൂമാണ്, പക്ഷേ കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഇവിടെ ചുറ്റുവട്ടത്ത് ഒരൊറ്റ മനുഷ്യനില്ല. ഈ ഫുള്ള് സ്ഥലം കിട്ടിയ പോലെ ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ കിടക്കാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാലും ഫുൾ ഏരിയ ഫ്രീ. ഒരു ഒച്ചയോ ബഹളോ. നമ്മൾ ബാംഗ്ലൂർ മറ്റേ ആദ്യം നിന്ന റിസോർട്ടിൽ റൂം എടുത്തപ്പോൾ രാവിലെ എണ്ണിക്കുന്നത് ഈ വണ്ടിയുടെ ഹോണടിയും ട്രാഫിക്കിൻ്റെ ഒച്ചയും ബഹളവും ഒക്കെ കേട്ടുകൊണ്ടാണ് രാവിലെ എണ്ണിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇല്ലേ, ഇവിടെ കംപ്ലീറ്റ് സൈലൻസ് ആണ്. ഇവിടെ ഇപ്പോൾ എൻ്റെ ഒച്ച മാത്രമേ ഉള്ളൂ, പിന്നെ കിളികളുടെ ഒച്ചകളും. ആരൊക്കെ സെറ്റപ്പാണ്. സത്യം പറഞ്ഞാൽ റൂം കണ്ടിട്ട് വിഷമമുണ്ട്. പക്ഷേ രാത്രിക്കുമ്പോൾ വിഷമമുണ്ട്, പുറത്തോട്ട് പോകുമ്പോൾ വിഷമം കൊണ്ട് മാറും. പക്ഷേ എന്നാലും വിഷമമുണ്ട് കേട്ടോ. 2500 രൂപ കൊടുത്തിട്ട് നമുക്ക് കോഴിക്കോടാണല്ലോ കിട്ടിയത്. നമുക്ക് കറക്റ്റ് എൻ്റെ തല തട്ടും. സൈഡിലോട്ട് പോകാൻ പറ്റില്ല, നടുക്ക് നിന്നോണം. നിൽക്കുകയാണെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇരിക്കാനൊക്കെ കിടക്കാനൊക്കെ സെറ്റപ്പാണ്. 2 ബെഡൊക്കെ ഉണ്ട്. ഇത് കൊള്ളാം. ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് നമുക്ക് എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് പണിഞ്ഞാൽ വലിയ ചിലവൊന്നും ഇല്ലാതെ പരിപാടി നടത്താം. കറണ്ട് കാശ് പോകത്തില്ല, ഒരു ചെറിയ ബൾബും ചെറിയൊരു ഫാനും അത്രേ ഉള്ളൂ. എല്ലാ സാധനവും എടുത്ത പോലെ എടുത്തെടുത്ത് വെച്ചില്ലെങ്കിൽ ഭയങ്കര ടാസ്ക് ആയിരിക്കും. കാരണം നമ്മൾ നേരത്തെ നിന്ന റൂമിലൊക്കെ നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ ബെഡിലങ്ങോട്ട് എല്ലാം കൂടെ വെച്ചിട്ട് അങ്ങോട്ട് വലിച്ച് വരിയിടുമായിരുന്നു. അപ്പോൾ കുറേ സ്പേസ് ഉള്ളതുകൊണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യാൻ നിന്നാൽ പണി കിട്ടും. അപ്പോൾ ഓരോ സാധനം എടുക്കുന്നത് അപ്പം എടുത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പോകുമ്പോൾ സേഫായിട്ടൊന്നും മിസ്സാക്കാണ്ട് പോകാം. ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കാനോ നിൽക്കാനോ സ്ഥലമില്ലാത്ത സ്ഥലത്ത് ഇതെല്ലാം കൂടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടന്നു കഴിഞ്ഞാൽ ചവിട്ടി പൊട്ടിക്കും എന്തെങ്കിലുമൊക്കെ. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. ഇപ്പോൾ ടൈം 3:45. 12 മണിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് 2 മണിയാകുമ്പോൾ ഇറങ്ങണമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ
ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു, അപ്പോൾ ഉറങ്ങിപ്പോയി. ഈ ഒരു ടൈമാണ് നമ്മളിപ്പോൾ നന്ദിയിലേക്ക് പോകുന്നത്. വെരി അൺയൂഷ്വൽ ടൈമിങ് നന്ദി കറങ്ങുന്നതിന് ഐ വുഡ് സേ. പക്ഷേ നമുക്കിപ്പോൾ ഇതേ ഓപ്ഷനുള്ളൂ. അപ്പോൾ നന്ദി കാണുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ കൺസേൺ. നന്ദി കണ്ടു കഴിഞ്ഞാൽ സീനില്ല. കാരണം ഈ ടൈം വന്നെന്ന് പറഞ്ഞിട്ട് നമ്മളിനി പോകാണ്ടിരുന്നു കഴിഞ്ഞാൽ നാളെ ടൈം കിട്ടാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ പോവാം നമുക്ക്. നമ്മൾ ബൈക്കിലേക്ക് കുറേ നടക്കണം ഇനി ബൈക്കിൻ്റെ അവിടെ എത്തണമെങ്കിൽ. കാരണം ഇത് വലിയ റിസോർട്ടാണ്, കണ്ടോ കുറേ നടക്കാനുണ്ട്. ഉറക്കം എണീറ്റിട്ട് മുഖം കഴിയുള്ള സെറ്റപ്പ് പോലും ഇല്ലായിരുന്നു. ആ കമ്മ്യൂണിറ്റി ടോയ്ലറ്റിൻ്റെ അവിടെ പോകണം പിന്നെ, അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് ഇറങ്ങി. ഇവിടെ ഫ്രണ്ടിലൊരു ക്രിക്കറ്റ് സ്പോർട്സ് അറീന എന്ന് പറഞ്ഞ് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ആരും ക്രിക്കറ്റ് കളിക്കാൻ, പക്ഷെ അവിടെ ആൾക്കാർ കളിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വലിയ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല, വെയിലൊക്കെ ഉണ്ട് ചെറുതായിട്ട്. പക്ഷെ എന്നാലും അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ തണുക്കും. അതുകൊണ്ട് ഞാനൊരു ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇൻ കേസ്. കാരണം രാവിലെ ഒട്ടും വെയിലുണ്ടായിരുന്നില്ല, നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പം ചൂടെടുക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ നന്ദി ഹിൽസിലേക്കാണ് പോകുന്നത്. അപ്പം അവിടെ നിന്ന് തണുത്ത് കഴിഞ്ഞാൽ പണിപാളും. ജാക്കറ്റില്ല, ടീഷർട്ട് മാത്രം ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ സേഫ്റ്റിക്കൊരു ജാക്കറ്റ്. ഓക്കെ, അപ്പം നമുക്ക് ബൈക്ക് എടുത്ത് റോഡിൽ നിന്ന് കാണാം. ഓൺ ദ വേ ടു നന്ദി. ഇവിടം വരെ പോകത്തുള്ളൂ. റൈറ്റ്, ഒരു പാർക്ക്. ലെറ്റ്സ് സീ. ടൂ വീലർ പാർക്കിംഗ് ഇതാണോ ആയിരിക്കും അല്ലേ? സർ बाइक ओनली टिल हियर, बाइक यहाँ तक ही जाएंगे. बाइक ഇതുവരെ പറ്റുള്ളൂ മാക്സിമം. ഓക്കെ, മനസ്സിലായില്ല. പുള്ളിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. വന്നപ്പോൾ ഒരു മുട്ടം പണി കിട്ടി. വലിയ കാര്യത്തിൽ ഓടിച്ചാടി വന്നതാണ്. ടിക്കറ്റ് എടുക്കാൻ ഇപ്പോൾ ഒരു പറയാ സോളോ ട്രാവലേഴ്സിനെ 4 മണിക്ക് ശേഷം കയറ്റി വിടത്തില്ലാന്ന്. മേ ബി സൂയിസൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഭാഗ്യത്തിന് വേറെ കുറച്ച് റൈഡേഴ്സിനെ കണ്ട് അവരോടെയും ചോദിച്ചപ്പോൾ അവർ ഗ്രൂപ്പായിട്ട് എന്നെ കൂടെ ആഡ് ചെയ്തിട്ട് എനിക്ക് വേണ്ടി കൂടെ ടിക്കറ്റ് എടുത്ത്. പക്ഷേ അവരെൻ്റെ നിന്ന് കാശ് വാങ്ങിച്ചില്ല ടിക്കറ്റിന്. അതുകൊണ്ട് ടിക്കറ്റ് എത്ര അറിഞ്ഞുണ്ടെങ്കിൽ ഒന്ന് 50 ആണെന്ന് തോന്നുന്നു എൻട്രി ടിക്കറ്റ്. ഇവിടെ ഓരോ 5 മിനിറ്റും ഒരു ബസ് പോവും. ബസ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാമെന്നൊക്കെയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുകയാണ്. ബസ്സൊന്നും എടുത്തില്ല, കയറ്റമൊക്കെയാണ് കേട്ടോ. ബസ് എടുക്കുന്നതാണ് നല്ലത്, പെട്ടെന്ന് കാണുകയും ചെയ്യാം. എത്ര തണുപ്പെന്ന് പറഞ്ഞാലും കുറേ നടക്കാനുണ്ട്. മുകളിൽ പാർക്കൊക്കെ ഉണ്ട്, പിന്നെ ടോയ്ലറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ടോയ്ലറ്റിൻ്റെ ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. വണ്ടിയൊക്കെ പോകുന്നുണ്ട്, കൊതി കാണുന്നുണ്ട്.
ഒരു വഴി കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നേ. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. കയറ്റം കയറി നടന്ന് കയറാനുള്ള ബുദ്ധിമുട്ടുള്ളൂ. ഇവരുടെ ഭാഷയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ കിടിലൻ ഒരു വ്യൂ പോയിൻ്റാണ്. അവിടെ ആരൊക്കെ ഇരിക്കാനൊക്കെ ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ. നമുക്ക് എന്തായാലും വ്യൂ പോയിന്റിലേക്ക് ഇറങ്ങി നോക്കാം. ഈ കാണുന്ന സ്ഥലം ചരിത്രപരമായ ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉള്ളൊരു സ്ഥലമാണ്. അതായത് ഇതാണ് ടിപ്പൂസ് ഡ്രോപ്പ്. ബ്രിട്ടീഷുകാരായിട്ടൊക്കെ യുദ്ധം ചെയ്യുന്ന ടൈമിൽ ടിപ്പു സുൽത്താന് ടാക്ടിക്കൽ അഡ്വാൻറ്റേജിന് വേണ്ടിയാണ് ഇത്രയും മലമുകളിൽ വന്ന് പുള്ളിയുടെ ഡിഫൻസ് പോയിൻറ്റ്സൊക്കെ സെറ്റ് ചെയ്തത്. ഇവിടെ നിന്നാണ് പ്രിസണേഴ്സിനെ താഴേക്ക് തള്ളിയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനത്തെ സ്പോട്ട് കുറേ ഉള്ളതുകൊണ്ടാണ് 4 മണിക്ക് ശേഷം ഒറ്റയ്ക്ക് ആരെയും വിടാത്തത്. ഇപ്പം തന്നെ ഒരുപാട് ടൈമായി. അപ്പം എന്തായാലും ഈ ടോപ്പ് വ്യൂ പോയിന്റിൽ നമുക്ക് ഇരുന്ന് കുറച്ച് നേരം വ്യൂസൊക്കെ ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ട് റെസ്റ്റ് എടുത്തിട്ട് പതിയെ താഴേക്ക് ഇറങ്ങാം.